നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വസതികളിലടക്കം നടന്ന ED റെയ്ഡിന് ശേഷം കമ്മ്യൂണിസ്റ്റ് ഹാൻഡിലുകളും വിവിധ സംഘടനാ നേതാക്കന്മാരുമെല്ലാം ആരോപിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമുണ്ട്. അത് മറ്റൊന്നുമല്ല, ED അന്വേഷണം നടന്നത് കോൺഗ്രസിൻ്റെയും BJPയുടെയും അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ കാരണം കൊണ്ടാണ് എന്നാണ് അവർ ആരോപിച്ചത്. അതായത് VD സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിൽ കാണുന്നു, അദ്ദേഹവുമായി ചർച്ച നടത്തുന്നു. ആ ചർച്ച നടന്നതിന് ശേഷം പിറ്റേ ദിവസം ED പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് ഇരച്ചു കയറുന്നു. ഇത് VD സതീശനും കൂടി അറിവുള്ള കാര്യമാണെന്നും VD സതീശന്റെ ആവശ്യപ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയനെ വേട്ടയാടിയത് എന്നും വരുത്തി തീർക്കാനായിരുന്നു CPM ഹാൻഡിലുകളുടെ ശ്രമം. തൊട്ടുപിന്നാലെ ഇത്തരം ആരോപണങ്ങളുടെ പ്രതികരണം ആരാഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശന്റെ മുന്നിൽ മാധ്യമങ്ങളെത്തി. അതിനുശേഷം ഇങ്ങോട്ട് VD സതീശൻ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവും നടത്തിയിരുന്നില്ല. തുടരെ നിരന്തരം മുഖ്യമന്ത്രിയോട് ഈ കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചെങ്കിലും ഒരക്ഷരം മുഖ്യമന്ത്രി പറയാൻ തയ്യാറായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ മൗനം എന്തുകൊണ്ടാണ് എന്ന മാധ്യമ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കേരളത്തിലെ ചില മാധ്യമങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഏതാണ്ട് 12 തവണ മുഖ്യമന്ത്രിയോട് ഈ ചോദ്യം ചോദിച്ചുവെന്നും ഓരോ തവണയും മുഖ്യമന്ത്രി മൗനം പാലിക്കുകയായിരുന്നുവെന്നും, എന്തുകൊണ്ടാണ് ഈ ആരോപണത്തിൽ മൗനം പാലിക്കുന്നത്, CPMന്റെ ആരോപണത്തിൽ കഴമ്പുള്ളത് കൊണ്ടാണോ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ VD സതീശനും ഒത്തുകളിച്ചുകൊണ്ടാണോ ഇത്തരത്തിലൊരു റെയ്ഡ് നടന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ബോധപൂർവം മാധ്യമങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിന് ഉത്തരം പറയാനായിട്ടാണ് ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനം വിളിച്ചത്. പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു. അതായത് ഒരു പുതിയ മുഖ്യമന്ത്രി അത് ഏത് സംസ്ഥാനത്ത് ചുമതലയേറ്റാലും കേന്ദ്ര മന്ത്രിസഭാംഗങ്ങളെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെയും ഒക്കെ കാണുക എന്നത് ഒരു ജനാധിപത്യത്തിൻ്റെ, ഈ നമ്മുടെ രാജ്യം പിന്തുടരുന്നു വരുന്ന ജനാധിപത്യത്തിലെ ഒരു കീഴ്വഴക്കമാണ്. ആ കീഴ്വഴക്കമാണ് താൻ നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു, സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വച്ചു, സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് അദ്ദേഹത്തിൻ്റെ പിന്തുണ തേടി, വിവിധ കേന്ദ്രമന്ത്രിമാരെ കണ്ടു, അമിത്ഷായെ അടക്കമുള്ളവരെ കാണേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു ഘട്ടമുണ്ട്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കണ്ടു. അതിന് പിന്നിൽ അല്ലെങ്കിൽ ആ സന്ദർശനങ്ങൾക്ക് ഒന്നും തന്നെ ഈ പറയുന്ന EDയെ പിണറായി വിജയനെ എതിരെ ഉപയോഗിക്കുക എന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യമില്ലായിരുന്നു. അങ്ങനെ ആരും ചിന്തിക്കുകയില്ല, ബുദ്ധിയുള്ള ആരും അങ്ങനെ ചിന്തിക്കുകയില്ല, പിണറായി വിജയനും അങ്ങനെ ചിന്തിക്കുകയില്ല. പക്ഷെ CPM ഇത്തരത്തിലുള്ള മസിൽ പിടുത്തമൊക്കെ ഉപേക്ഷിച്ച് തമാശ പറയാൻ തുടങ്ങിയതിൽ തനിക്ക് സന്തോഷമുണ്ട് എന്ന് മാത്രമാണ് VD സതീശൻ ഈ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു വെച്ചത്. മാത്രമല്ല, അദ്ദേഹം വളരെ കൃത്യമായ വിമർശനം CPMനെതിരെ നടത്തുകയും ചെയ്തു. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു കേന്ദ്ര ഏജൻസിയാണ്. അവർ രജിസ്റ്റർ ചെയ്ത ഒരു കേസിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തുന്നത്. ആര് നിരപരാധിയായാലും ആര് കുറ്റവാളിയായാലും അന്വേഷണത്തിന് ശേഷമാണ് തീരുമാനിക്കപ്പെടേണ്ടത്. ED അന്വേഷണത്തിന് ശേഷം അത് കോടതി പരിശോധിക്കും. ആ തെളിവുകളൊക്കെ കോടതി പരിശോധിച്ചതിന് ശേഷമായിരിക്കും കുറ്റവാളിയാണോ ഇല്ലയോ എന്ന് കോടതി തീരുമാനിക്കുക. അതിനു മുമ്പ് തന്നെ ഈ റെയ്ഡ് തടസ്സപ്പെടുത്തുക, റെയ്ഡിന് വന്ന ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക, വനിതകളടക്കമുള്ള ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക, ഇതെല്ലാം ജനാധിപത്യ വിരുദ്ധമായ പ്രാകൃതമായ രീതികളാണ് എന്ന് അദ്ദേഹം CPMനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു. മാത്രമല്ല, CPIMന്റെ ഈ താന്തോന്നിത്തരം ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമില്ല. അദ്ദേഹം രമേശ് ചെന്നിത്തല, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ പ്രത്യേകം അഭിനന്ദിക്കുക കൂടി ചെയ്തു. കാരണം കേരള പോലീസിനെ അറിയിച്ചിട്ടോ കേരള സംസ്ഥാന സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള സൂചന നൽകിയിട്ടോ അല്ല ഈ EDയുടെ പരിശോധന നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ EDയുടെ പരിശോധന ഞങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കപ്പെടുകയായിരുന്നു. അവർ സാധാരണ രീതിയിൽ അങ്ങനെയൊക്കെ തന്നെയാണ് പരിശോധനകളും മറ്റുമൊക്കെ നടത്തുന്നത്. കാരണം ഇതിലൊക്കെ ഒരു രഹസ്യ സ്വഭാവം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളത് അറിയണമെന്നില്ല, ED അത് അറിയിച്ചിട്ടുമില്ല. ED ഈ പറയുന്ന പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന സമയത്ത് പോലും പുറത്ത് ഇത്രയധികം ആളുകൾ തടിച്ചുകൂടിയിരിക്കുകയാണ്, ഞങ്ങൾക്ക് സുരക്ഷ വേണം എന്ന് പോലും കേരള പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഈ സാഹചര്യത്തിൽ പോലും അവിടെ ആൾക്കൂട്ടം കണ്ടിട്ടാണ് അവിടെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാകാതിരിക്കട്ടെ എന്ന പേരിൽ രമേശ് ചെന്നിത്തല അവിടേക്ക് പോലീസിനെ അയക്കുന്നത്. ഇതിന് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെ അദ്ദേഹം അഭിനന്ദിച്ചു എന്ന് മാത്രമല്ല, ധാരാളം അനിഷ്ട സംഭവങ്ങൾ ഈ പറയുന്ന പോലീസിൻ്റെ സാന്നിധ്യം കൊണ്ട് ഒഴിവാക്കാൻ കഴിഞ്ഞു എന്നും അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത്രയും നാൾ താൻ മൗനം പാലിച്ചത് ഈ പറയുന്ന CPIMന്റെ ഈ
ആരോപണം അത് യാഥാർത്ഥ്യമായതുകൊണ്ടല്ല, അല്ലെങ്കിൽ ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുള്ളത് കൊണ്ടല്ല. നിരന്തര മാധ്യമങ്ങൾ ഒരു ഇടവേളയില്ലാതെ തന്നോട് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നു. കേരള ഹൗസിനകത്തേക്ക് കയറിപ്പോകുമ്പോൾ ചോദിക്കുന്നു, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചോദിക്കുന്നു. ഇങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാം പറയാനുള്ളതല്ല. തീർച്ചയായും തങ്ങളുടെ നിലപാട് ഇത് തന്നെയാണ്. കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷ നേതാവിൻ്റെ വീട് പരിശോധന നടത്തിയതിൽ തങ്ങൾക്ക് പങ്കില്ല, തങ്ങൾ അതിന് ഉത്തരം പറയേണ്ട കാര്യവുമില്ല. വെറുതെയാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാക്കിയതെന്നും സംസ്ഥാന സർക്കാരിന് ഇതിൽ പങ്കില്ലെന്നും, നിരപരാധിയാണ് എങ്കിൽ തീർച്ചയായും പിണറായി വിജയന് ഈ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് ചെയ്യാമെന്നും, അല്ലെങ്കിൽ ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ പിണറായി വിജയനും CPIM-നും രാഷ്ട്രീയമായി ജനാധിപത്യപരമായി സമരം ചെയ്യാനും കഴിയും. പക്ഷേ ED-യുടെ വാഹനങ്ങൾ ആക്രമിച്ച് തകർക്കുക, കേന്ദ്രസേനയ്ക്കെതിരെ കല്ലേറ് നടത്തുക, ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുക, ഇതൊന്നും ജനാധിപത്യ രീതിയല്ല. അത് CPIM-ന്റെ കാടത്തരമാണ്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം അല്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്.